ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് പിടിയാണ്. അതിന് 3/4 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലാവശ്യമുള്ള സവോള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. പിന്നെ നമുക്ക് അരയ്ക്കാനുള്ള തേങ്ങ, ഉള്ളി, പെരുംജീരകം, പച്ചമുളക്, കറിവേപ്പില. പിടി ഉണ്ടാക്കാൻ ആവശ്യമുള്ള അരിപ്പൊടി, വെള്ളം, പിന്നെ താളിക്കാനുള്ള ചുവന്നുള്ളി, കറിവേപ്പില, പിന്നെ വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് മല്ലിയില. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ ബീഫ് എടുത്ത് നമുക്ക് അതിൽ മസാലകളെല്ലാം ചേർത്ത് നന്നായി കുഴച്ച് ഒരു 10 മിനിറ്റ് വയ്ക്കാം. സവോള, തക്കാളി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, ഉപ്പ് എല്ലാം ചേർത്ത് നന്നായി കുഴച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി കുഴച്ച് നമുക്ക് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് അങ്ങനെ വയ്ക്കാം. നമുക്ക് പിടി ഉണ്ടാക്കാൻ ആവശ്യമുള്ള അരിപ്പൊടി വാട്ടിയെടുക്കാം. ഇനി നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് അതിൽ കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. കുക്കർ തന്നെ വേണമെന്നില്ല, ഞാനിവിടെ കുക്കർ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അടി കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് അതിന് ഉപയോഗിക്കാം. ഇനി ആ വെള്ളം തിളയ്ക്കുന്ന സമയം നമുക്ക് ഇതിൽ അരയ്ക്കാൻ ആവശ്യമുള്ള തേങ്ങ, പെരുംജീരകം, കറിവേപ്പില, പച്ചമുളക്, ചുവന്നുള്ളി അതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കാം. രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ആ പൊടി ഇട്ട് കൊടുക്കാം. പൊടി ഇടുമ്പോൾ നമുക്ക് തീ ഒന്ന് സിമ്മാക്കി കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കാം. പത്തിരിയുടെ പൊടി വാട്ടുന്ന പോലെ തന്നെ നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീ ഓഫാക്കി ഒരു 5 മിനിറ്റ് വയ്ക്കാം. ഇനി നമുക്ക് പൊടി നന്നായി കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം തൊട്ട് നന്നായി കുഴച്ചെടുക്കാം. പത്തിരിക്ക് ഉള്ള അത്ര വെള്ളം ഇതിന് വേണ്ട. ഇനി നമുക്ക് നന്നായി കുഴച്ച് അത് നമുക്ക് പിടി ഉണ്ടാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ നീളത്തിലാക്കി അതിൽ നിന്ന് കുറച്ച് മാവ് എടുത്ത് നമുക്ക് ഈ ഷേപ്പിലാക്കി വയ്ക്കാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പിടി ഉണ്ടാക്കാൻ എളുപ്പമുണ്ടാവും. അതിൽ നിന്ന് ഓരോന്നെടുത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ എല്ലാ മാവും അങ്ങനെ ആക്കി വയ്ക്കാം. അപ്പോൾ പിന്നെ നമുക്ക് ഇടയിൽ ഉണ്ടാക്കേണ്ട ആവശ്യം വരില്ല. ഇനി നമുക്ക് പിടി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേയായിട്ട് നമ്മൾ ബീഫ് വേവിക്കാൻ വയ്ക്കാം. ബീഫ് കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാം. ഒരു 4 വിസിലായി കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം. നമുക്ക് പിടി ഉണ്ടാക്കാൻ കുറച്ച് മാവ് എടുത്ത് ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ 2 സൈഡിലും ഉരുട്ടി കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഷേപ്പ് കിട്ടും. അങ്ങനെ കയ്യിലൊന്ന് ഇത്തിരി ഓയിൽ, വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് പരട്ടി കൊടുക്കണം, കയ്യിലൊട്ടി പിടിക്കാതിരിക്കാൻ. അങ്ങനെ നമുക്ക് ഈ അളവിലുള്ള പിടി ഉണ്ടാക്കാൻ ഒരു 3/4 മണിക്കൂർ സമയം എടുക്കും. നമുക്ക് നമ്മളെല്ലാ പിടി അതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അതിന് നമ്മളൊരു സ്റ്റീമറിൽ അടിയിൽ വെള്ളം വെച്ച് നമുക്ക് അതിന് ഇത്തിരി ഓയിൽ വരട്ടിയിട്ട് നമുക്കത് വേവിക്കാൻ വയ്ക്കാം. സ്റ്റീമർ ഇല്ലെങ്കിൽ കുക്കറിൽ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രത്തിൽ ഇതുപോലെ ഓട്ടമുള്ള എന്തെങ്കിലും പാത്രം വെച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 3/4 മണിക്കൂർ തന്നെ ഇത് വേവാനും സമയം വേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ബീഫ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതവിടെ അടച്ച് വയ്ക്കാം. ഇനി താളിക്കാൻ ആവശ്യമുള്ള ഉള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ നമുക്ക് താളിച്ച് വയ്ക്കാം. അതൊരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഓഫാക്കാം. നമ്മൾ പിടി വെന്തിട്ടുണ്ട്. നമുക്കിനി ബീഫുമായിട്ട് മിക്സ് ചെയ്യാനുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ ബീഫിൻ്റെ ഗ്രേവി മാത്രം ആദ്യം ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ച് നന്നായി ഇളക്കി ആ ബീഫും പിടിയായിട്ട് നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്ക് ബീഫ് ചേർത്ത് കൊടുത്താൽ മതി. ആ ഗ്രേവി അതിൽ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ആ ബീഫ് മുഴുവനായിട്ട് അതിൽ ചേർത്ത് കൊടുക്കാം. ആ ഗ്രേവിയും ബീഫും ഒക്കെ അതിൽ കിടന്ന് നന്നായി പിടിക്കണം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ച ആ തേങ്ങ അതിൽ മിക്സ് ചെയ്യാം. ഇതിലത്തെ തേങ്ങ നന്നായി അരയേണ്ട ആവശ്യമില്ല.
കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായി അരച്ചെടുത്താൽ മതി. നമ്മൾ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ പച്ചമണം മാറുന്ന വരെ നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. അതിന് ശേഷം നമുക്ക് അതിലെല്ലാം പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. തീ ഓഫാക്കി നമുക്കത് സെർവിങ് ബൗളിലേക്ക് മാറ്റി നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ ബീഫ് പിടി റെഡി ആയിട്ടുണ്ട്.